ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കാന്താരി ബിരിയാണിയാണ്. അതിലേക്ക് നമ്മൾ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. കാന്താരി ബിരിയാണിക്ക് ചിക്കൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കടായിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് 10 മിനിറ്റ് പുരട്ടി വെച്ചു. അത് ഞാൻ എണ്ണ ചൂടായ എണ്ണയിലേക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് ഒരു വശം നല്ലവണ്ണം ആയിട്ടുണ്ട്. നമ്മളത് പീസുകൾ ഇനിയെല്ലാം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു വശം കൂടെ തിരിച്ചിട്ട് അത് കൊടുത്ത് മൂത്ത് കഴിയുമ്പോൾ ആ സൈഡിലൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കോരാം. നമ്മൾ വറുത്ത പീസെല്ലാം കോരിയിട്ടിട്ട് വറുത്ത് കോരിയ എണ്ണയിലേക്ക് തന്നെ നമ്മൾ 1.5 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് തന്നെ നമ്മൾ 1.5 സ്പൂണ് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നു. അതിലേക്ക് തന്നെ നമ്മൾ കാന്താരി ചതച്ചത് ഒരു 50 ഗ്രാം ഇട്ട് കൊടുക്കുന്നു. എരിവ് ആവശ്യത്തിന്, കാന്താരി ബിരിയാണിയാണ്, അപ്പോൾ എരിവ് ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരി കുറവുള്ളവർ കാണും, എരി കൂടിയവർ കാണും, അതനുസരിച്ച് എരി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച 6 വലിയ സവോള ഇതിൻ്റെ അകത്ത് നല്ലോണം വഴറ്റണം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പിങ്ക് ഉപ്പാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അതുകൊണ്ട് ഞാൻ 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബിരിയാണി മസാല പൊടിച്ച് 1.5 സ്പൂൺ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അത് 1.5 ടീസ്പൂൺ. എരിവിനനുസരിച്ച് കാന്താരി ബിരിയാണിയാണെന്ന് ഓർക്കണം. അപ്പോൾ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ഉള്ള സ്പൈസി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. 1.5 ടീസ്പൂണാണത്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി, പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. 2 തക്കാളി മുറിച്ചതാണ്, വലിയ തക്കാളിയാണ്. നല്ലോണം ഒന്ന് വാടി വരട്ടെ. തക്കാളി നല്ലോണം വഴന്ന് അതിലേക്ക് നമ്മൾ 2 സ്പൂണ് തൈര് ഇട്ടു. അതിനുശേഷം ഇലകൾ, മല്ലിയില, പുതിനയില. ഇത് പുതിനയില നമ്മുടെ ഇവിടെ ഉണ്ടായതാണ്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് പുതിനയില, നമ്മൾ വീട്ടിലുണ്ടായ പുതിനയിലയാണ്. കരിയാപ്പില, അതിലേക്ക് നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കുന്നു.
ഇതിനെ മിക്സാക്കി നല്ലോണം മിക്സാക്കിയിട്ടൊന്ന് വേവാൻ അടച്ചു വെക്കും. പാത്രം ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് നെയ്യിട്ട് കൊടുക്കുന്നു. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇത് ഏലക്ക ഉണ്ട്, ഗ്രാമ്പു, കറുവാപ്പട്ട, പൂവ് എല്ലാം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ കറുവാപ്പട്ടയുടെ എല്ലാം ചൂടായി ചൂടായി. ഇത് 1 കിലോ ജീരകശാല അരിയാണ്, കഴുകി ഊറ്റി വെച്ചതാണ്. 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് അത് നമ്മൾ ഇതിലേക്ക് കഴുകി ചെയ്യാം. അരി നല്ല മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 കിലോ അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഈ ഗ്ലാസ്സിനാണ് അരി എടുത്തത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അത് ഉപ്പിന് അങ്ങനെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലോണം മിക്സാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നു. ഇത് പുളിയുള്ള നാരങ്ങാനീരാണെങ്കിൽ ഒരെണ്ണം, നല്ല പുളി നീരുള്ളതാണെങ്കിൽ ഒറ്റ ഒരെണ്ണം ചേർത്താൽ മതി, അല്ലെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഇതൊരു നാരങ്ങയാണ് ചേർത്തത്. നാരങ്ങ നീരൊഴിച്ച് മിക്സാക്കി നമ്മൾ ഇത് വേവാനായിട്ട് മൂടി വെക്കണം. നല്ലോണം വറ്റി വരട്ടെ. നമ്മളിവിടെ ഇനി ദമ്മിടാൻ പോവാണ്. കാന്താരി ബിരിയാണി ഈ പാത്രത്തിൽ ചോട്ടിലേക്ക് ഇച്ചിരി നെയ്യ് ഒന്ന് തൂക്കി കൊടുക്കാം, ചോട്ടിൽ കരിയാതിരിക്കാൻ. അതിലേക്ക് ഞാൻ ഒറ്റ ലെയറായിട്ടാണ് ദമ്മിടുന്നത്. അത് സൗകര്യക്കുറവ് കൊണ്ടും നമ്മൾ പ്രവാസികളാണ്, അപ്പം അതിൻ്റെതായ സൗകര്യക്കുറവും കാര്യങ്ങളും കൊണ്ട് എല്ലാം കാണിക്കാനായിട്ട് ചിക്കൻ നമ്മൾ ഇട്ട് സെറ്റാക്കി കൊടുക്കട്ടെ. ആദ്യം ഇച്ചിരി മല്ലിയില, ഇച്ചിരി പുതിനയില, ഇച്ചിരി ഉള്ളി വറുത്തത്, കാഷ്നട്ട്, മുന്തിരി, ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് തേങ്ങാപ്പാലിൽ മഞ്ഞൾ കലക്കിയതാണ്, മഞ്ഞൾപ്പൊടി കലക്കിയത്. അത് ഇച്ചിരി ഒന്ന് കളറിന് ഒരു ടേസ്റ്റ് കിട്ടാനും ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മേലിൽ കുറച്ച് ഉള്ളി വറുത്തത്, പുതിനയില, മല്ലിയില, കാഷ്നട്ട്, മുന്തിരി, ചോറ്. ലാസ്റ്റ് ചില നെയ്യ് വേണം തൂവി
മല്ലിയില, കാഷ്നട്ട്, മുന്തിരി, ഉള്ളി വറുത്തത്, ഇനി നമ്മൾ ദമ്മ് ചെയ്യാനായിട്ട് ഒരു ചോറ് ഉപയോഗിച്ച് നമ്മൾ ഫോയിലിട്ട് കവർ ചെയ്തതിന് ശേഷം അടപ്പിട്ട് മൂടി 10 മിനിറ്റ് ദമ്മ് ചെയ്യാൻ വെച്ചിരിക്കുക. ദമ്മ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ദമ്മ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നോക്കാം. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റിയുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. നല്ല മസാലയൊക്കെ നല്ല ഇതായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റുകളൊക്കെ ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറവുകളുണ്ടെങ്കിൽ അതും പറയണം.